അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വോയിസ് AP വിഭാഗത്തിന് വേണ്ടി ഓൺലൈനിലൂടെ രാപ്പകൽ അധ്വാനിക്കുന്ന അവരുടെ വളരെ സജീവമായ മജീദ് പത്തപ്പിരിയം എന്ന വ്യക്തി, അവരുടെ പല സംഘടനാ നേതാക്കന്മാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന മജീദ് പത്തപ്പിരിയം, അദ്ദേഹം അവരുടെ നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ആ സംസാരം കേട്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. നൌഷാദ് അഹ്സനിയോട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് താങ്കൾ പിന്മാറണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഈ വോയിസ് അത് ലീക്കായി ഞങ്ങളുടെ കയ്യിൽ എത്തി, അൽഹംദുലില്ലാ. അപ്പോ ഏതായാലും നൌഷാദ് അഹ്സനിയോട് ഈ പരിപാടിയിൽ നിന്ന് ഇനി നിങ്ങൾ തൽക്കാലം മാറി നിൽക്കണം, അതാണ് ഖൈർ എന്നൊക്കെ ഈ പത്തപ്പിരിയം മജീദ് പറയുന്നു എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ വണ്ടൂർ ഫൈസി, അവരുടെ സംഘടനാ നേതാവായ വണ്ടൂർ ഫൈസി ഈ വിഷയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് അവരുടെ യോഗങ്ങളിൽ വെച്ച് സൂചിപ്പിച്ച രീതിയിലാണ് വളരെ വ്യക്തമായി മജീദ് ഇതിൽ സംസാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഏറെക്കാലം മൗനം പൂണ്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയം സംസാരിക്കാൻ ശ്രമിച്ചു. വീണ്ടും അദ്ദേഹം ഒരു പടുകുഴിയിൽ വീണുകിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നിങ്ങൾ ക്ലിപ്പൊന്ന് ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. നൌഷാദ് എന്ന് വിളിക്കുന്ന ഈ പത്തപ്പിരിയം മജീദ് അദ്ദേഹത്തെ ഉസ്താദെ എന്നൊക്കെ വളരെ ബഹുമാനപൂർവം, നൌഷാദ് അഹ്സനി എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന ആളിപ്പോ നൌഷാദ് ഉസ്താദെ, അഹ്സനി ഉസ്താദെ എന്നൊക്കെ ഉള്ള ശൈലിയിൽ വളരെ ബഹുമാനപൂർവം എങ്കിലും പറഞ്ഞ് പേരോടിനെ ഈ വീണുകിടക്കുന്ന അഗാധമായ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ക്ലിപ്പ് കേട്ടാൽ ആർക്കും മനസ്സിലാക്കാവുന്നത്. പിന്നെന്തൊക്കെയുണ്ട് സാർ തങ്ങള്? അൽഹംദുലില്ലാ. ആലപ്പുഴ അവരുടെ സമ്മേളനമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബഷീറൊക്കെ അതിൽ വന്നോണ്ട് പ്രസംഗിച്ചിരുന്നല്ലേ? ബഷീർ വന്നു കേട്ടു. ബഷീർ എന്നാണ്ട് എന്റെ വാപ്പ വന്നെ മൻകൂസ് മൗലൂദ് പിറ്റേന്ന് ഇന്നലെ വന്നേക്കണേ, അത് കളിയാക്കി പറയാണ് സംഭവം. വാപ്പുള്ള കാലത്ത് ആരെ വന്നാലും അവിടെ വന്നപ്പോ പോലെ നിങ്ങൾ ഇന്നലെ അന്ന് വന്നേക്കണേ മൻകൂസ് മൗലൂദ് ഓതേനേയും അതൊക്കെ എടുത്തോണ്ട് പറഞ്ഞേക്കണോന്ന്. ആളുണ്ടായിനാവോ? ആളുണ്ടാവും, ആളില്ലാക്കും. ആളിഷ്ടം പോലെ ഉണ്ടാവും. നേരിന്റെ വിഷയത്തിൽ പറഞ്ഞ നിങ്ങള് കണ്ടില്ലേ? നിങ്ങളെ ചെറുക്കന്മാർ നിങ്ങളെ ക്ലിപ്പ് എല്ലാം കൂടി ഇട്ടാണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടായിക്കണല്ലോ. അത് ചെറുക്കന്മാർക്ക് അടക്കും, നമ്മളോട് അടക്കൂല. എന്താണ് എന്ത്? ഇൻഷാ അല്ലാഹ് നാദാപുരത്ത് അടുത്താഴ്ച പരിപാടി ഉണ്ട്, ഞാൻ പൊളിച്ചെഴുതി കയ്യിൽ കൊടുക്കും. നിങ്ങളായ്മ ഞാൻ പറഞ്ഞ നിങ്ങളായ്മ അല്ലാതെ നിങ്ങളെ ആൾക്കാരെ പൊട്ടന്മാരാക്കണീനൊക്കെ ഒരു അതിരുണ്ട് മജീദോ. ഇത് അതിനെല്ലാം അതൊക്കെ ശരിയായാലും എന്നാലും മൂപ്പര് അങ്ങനെ പറഞ്ഞേക്കണെങ്കിൽ മൂപ്പര് പറയണത് അല്ല മഹല്ലി ഇമാമിന്റെ അത് ചെറുക്കന്മാര് ചെറുക്കന്മാരുടെ അവിടെ നിൽക്കട്ടെ. പേരോട് അവിടെ എത്ര ആൾക്കാരെ പറ്റിച്ചേ? ഈ പറഞ്ഞ ഇല്ലത്തും അഭിപ്രായം എങ്ങനെ ഒന്നാക്കല്? അയാൾക്കറിയില്ല ഇത് ഈ നേലില്ല എന്നുള്ളതിന്റെ 4 കാരണം. എന്റെ ചോദ്യം അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചിട്ട് ലോകത്ത് ഏതെങ്കിലും ഇമാമിങ്ങൾക്ക് ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടോന്നാണ് ഇവിടെ ചോദ്യം ഉള്ളത്. അതിനിവിടെ 4 ഇല്ലത്ത് വായിച്ചാൽ അത് എത്തി വല്ല തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോയി ഇവിടെ കിതാബ് തിരിയണോര് മൂപ്പരനെ ഉള്ളൂ എന്നാ മൂപ്പര് മനസ്സിലായോ? അതോ ഈ കിതാബ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായോ? അല്ല, മൂപ്പര് പറയണത് എന്താ വെച്ചാല് നേരിനെ സംബന്ധിച്ച്, അതായത് നേരില്ല എന്നുള്ളതിന് 4 അഭിപ്രായം മൂപ്പര്. അത് പൊട്ടനല്ലേ, അത് വായിക്കേണ്ട കാര്യമല്ലോ. അവിടെ ആരും ചോദിച്ചിട്ടില്ല. 4 അല്ല, ഞാൻ പറയണത് 20 കാരണങ്ങളുണ്ടോ? ഇവിടെ നമ്മളെ വിഷയം നേലുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നേലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയണം. അല്ലാതെ ഒരു വിഷയത്തിൽ ഒന്നുകൂടി പറ മജീദോ. ഈ 4 ഇല്ലത്ത് വായിക്കാൻ മഹല്ലി ഇമാമിന്റെ ഗരീബായ കൻസുദ്ദഖായിറും തേടി പോണ്ട യാതൊരു കാര്യമില്ല. ആ കിതാബിന്റെ ഒരു ആവശ്യമില്ല.
AP ഉസ്താദിന്റെ അല്ലവായിദിൽ വജദിയിൽ തന്നെ ഉണ്ട് ദില്ലില്ല എന്ന് പറഞ്ഞു കൊടുത്ത അതിന്റെ വ്യത്യസ്ത കാരണങ്ങൾ ഉസ്താദ് തന്നെ ബയാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വായിച്ചാൽ മതിയല്ലോ. ഇതൊരു സംഭവമാക്കി ആ സദർ മുഅല്ലിം ആ കിതാബ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വിചാരിച്ച് ഈ മഹല്ലിമാവിന്റെ കിതാബ് മൂപ്പര് മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ജാതി തട്ടിപ്പൊന്നും നടക്കൂല. മനസ്സിലായില്ലേ? അതെ, അത് ഞാൻ പറഞ്ഞേ, ഞാൻ 2-3 മാസം മുന്നേ വണ്ടൂർ ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേ എന്തെങ്കിലും ഒരു തീരുമാനം ഒന്നില്ല നേലുണ്ട് എന്നാണ്ട് സ്ഥാപിച്ചാണ്ട് തെളിവേറ്റ് പറയാം. അത് ആൾക്കാർ അല്ലെങ്കിൽ നേരില്ലെങ്കിൽ ഞാൻ അത് തെറ്റുപറ്റി പറയണം. അത്രേ ഉള്ളൂ. വേറൊരു പണി. എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു. എന്തായാലും ഇപ്പൊ ഏത് കണ്ണാടി അയാൾ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാളൂ, സൈന ബീവി കണ്ടു പറഞ്ഞ കണ്ണാടിയിലല്ലല്ലോ. ഉറപ്പന്നല്ലേ? അപ്പൊ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു പോവാ. അതിനെ പിന്നെയും ന്യായീകരിച്ചാൽ അതിന്റെ വിശദീകരണം. അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടൂർ ഉസ്താദൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് പറഞ്ഞത് മൂപ്പരെന്നാണ് വിശദീകരിച്ചോളൂ മീറ്റിംഗ് കൂടിയാണ്ട് അങ്ങനെ പറഞ്ഞതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞേക്ക് അപ്പൊ വേറെ വിഷയം സാർ, ഇനി അങ്ങനെ മൂപ്പര് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ തന്നെ ഇവിടെ എസ്കക്കാർ എന്താ പറയാ നിങ്ങള് എസ്കക്കാരേ ഹലോ എസ്കക്കാര് പറയാ പിന്നെന്താ വെച്ചാല് ഇവിടെ ഇനിയിപ്പോ എന്നാ ഷാറുഭാഗങ്ങളാണ് മാറ്റി വെച്ചാളി അതും കൂടെ അബദ്ധം പറ്റിയാണ് ഇന്നെന്തായി എന്ന് പറഞ്ഞാണ്ട് അപ്പൊ അതിപ്പോ അപ്പൊ അത്രയും ദോഷങ്ങളെ ചെയ്യുള്ളൂ. എന്നാലിപ്പോ പേരുസ്താദ് ഇപ്പൊ നേടിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞിട്ടില്ല. അത് പിന്നെയും മൂപ്പര് ഹദീസ് വിശദീകരിച്ചപ്പോ പറയാന്ന്. എങ്ങനെ ഹദീസ് വിശദീകരിക്കുമ്പോ ഈ അഭിപ്രായത്തിനെതിരെ അഭിപ്രായം പറയല്ലോ. അവിടെ അതിന് പറ്റിയ അർത്ഥമല്ലേ വെച്ചു കൊടുക്കല്? എങ്ങനെ സൈനബീവിന്റെ ഹദീസിൽ ഇപ്പോഴും മൂപ്പര് പിടിക്കുന്നുണ്ട്. മാത്രമല്ല തീരെ എന്ന് പറയാൻ പാടില്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. കണ്ണാടിയെ മൂപ്പരയിൽ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ആ 100 പറഞ്ഞപ്പോ മൂപ്പര് ആ 100 ചിലപ്പോ ആയിഷാബി നിസ്കരിക്കുമ്പോ കാല് നീട്ടിയ സംഭവം പറഞ്ഞിട്ട് ആ സമയത്ത് അവിടെ പ്രകാശം ആ 100 അല്ലല്ലോ ഇവിടെ ചർച്ച. ഇവിടെ ആര് ആ 100നെ ചർച്ച ചെയ്തു? ഇവിടെ അതിന്റെ ഇല്ലത്തായി പറയുന്ന 100 ഈ ലൈറ്റ് കത്തുന്ന 100 അല്ലല്ലോ. അല്ല, ഇത് ഹഖീഖത്തും മുഹമ്മദിയ പറഞ്ഞ അതിന്റെ ആ 100 അല്ലേ? എത്ര തട്ടിപ്പാണ് 5 മിനിറ്റ് കൊണ്ട് നടത്തിയത്? അപ്പൊ ഇതാ സംഘടന വിശദീകരിക്കാൻ ഏൽപ്പിച്ചു ഉപരി വിശദീകരിച്ച കോലാപ്പത്. അല്ല അത് ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു നിങ്ങളെ വല്ലാതെ അതിൽ ഹൈറേ ഉള്ളൂ. നബിത്തങ്ങളെ കുറിച്ച് ഈ ഹഖീഖത്ത് 100 പോലും മാറ്റിമറിച്ചിട്ട് അയാൾ തന്നെ ഒരു വിശദീകരണം കൊടുത്തോളൂ എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് പറഞ്ഞു തന്നെയാണല്ലോ അപ്പൊ ഒരു തിരുത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് ക്ലിപ്പാക്കുന്നു. ഞാൻ ഇപ്പൊ നിങ്ങൾ നമ്മളെ ബന്ധത്തിന്റെ പേരിൽ പറയാണ്. അല്ല ബന്ധമല്ല, ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായില്ല. ഇത് സംഘടന ഏൽപ്പിച്ച് പറയിപ്പിച്ചതാണെങ്കിൽ ആ സംഘടനയോട് മൂപ്പര് ചെയ്ത തെറ്റ് വലിയ തെറ്റാണ്. ഒരുപാട് തെറ്റ് മൂപ്പര് ചെയ്തു പോയി. ഇനി അത് തിരുത്തുകയല്ലാതെ വേറൊരു വഴിയില്ല. അബദ്ധം പറ്റി എന്ന് പറയുന്നോ ഇൻഷാ അല്ലാഹ് നാദാപുരത്ത് കീർത്തി ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ല മൂപ്പര് പറയട്ടെ, മൂപ്പര് നിങ്ങൾ പറഞ്ഞോണ്ടിയല്ല. ഒന്നും ചെയ്യാല്ല ഇൻഷാ അല്ലാഹ്. കാണാം അടുത്ത